ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. nomenclature of organic compounds having functional groups. ഇതൊരു വലിയ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഒരു കാർബൺ ചെയിൻ, ഇപ്പം ഞാൻ ഇവിടെ CH3 CH2 CH2 എന്ന് വരയ്ക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൽ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് ഞാൻ അവിടെ CH2 ഒരു OH അല്ലെങ്കിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും? അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു എച്ചും കൂടി കളഞ്ഞ് ഇവിടെയും ഞാൻ എന്ത് ചെയ്തു, ഒരു OH വെച്ചു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് മറ്റുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുമ്പോഴൊക്കെ പേരെങ്ങനെയാണ് നിർണയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള എഴുതിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. The longest chain of carbon atoms containing the functional group is numbered in such a way that the functional group is attached at the carbon atom possessing the lowest possible number in the chain. അതായത് ഇതിൻ്റെ അകത്ത് വെച്ച ഫങ്ഷണൽ ഗ്രൂപ്പ് ലോവസ്റ്റ് പോസിബിൾ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് ഈ റൂള് നമ്മളോട് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ CH2 CH3 CH2 CH2 OH എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് 1 തുടങ്ങേണ്ടത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിനെയാണ് നമ്മൾ 1 എന്ന് വിളിക്കേണ്ടത്. അതിനുശേഷമുള്ള 1 എന്നല്ല, അതായത് ഇപ്പം ലോവസ്റ്റ് പോസിബിൾ, ഇപ്പം 2 ആണ് കിട്ടുന്നതെങ്കിൽ ഇൻ കേസ് ഞാൻ പറയാം ഇവിടെയാണുള്ളതെങ്കിൽ ഈ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ 1 2 3 4 എന്ന് എടുക്കാം. പക്ഷെ അപ്പം ആൽക്കഹോളിന് 3 ആണ് കിട്ടുന്നത്. ഈ രീതിയിൽ നമ്പർ ചെയ്യുമ്പോൾ ആൽക്കഹോളിന് സെക്കൻഡ് കാർബൺ ആയിട്ടാണ് കിട്ടുന്നത്. സോ നമ്മൾ ഈ കേസാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളോട് ഈ കാര്യത്തിൽ ഈ ഒരു കൺസെപ്റ്റുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് nomenclature of organic compounds having functional groups. അതേ സാധനത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആൽക്കഹോൾ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്? ഇവിടെ നിന്നാണോ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്. സോ ദാറ്റ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഗെറ്റിംഗ് ദ മിനിമം പോസിബിൾ നമ്പേഴ്സ്. nomenclature of organic compounds having functional ഗ്രൂപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുകയാണ്, അതിൻ്റെ അകത്ത് കാർബൺ ചെയിനിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിലൊരു പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു മെയിൻ ആയിട്ടുള്ള കക്ഷി ഉണ്ടാവും, എന്നിട്ട് സൈഡിൽ കുറേ മറ്റുള്ളവരും ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ കയറി ചെന്നാൽ പണ്ടത്തെ വീട്ടിലൊക്കെ അമ്മാവന്മാരെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പം ഇതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ട്, അതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്നിട്ട് സൈഡിലിരിക്കുന്ന കുറച്ച് സബോർഡിനേറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഓർഡർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. SO3H is greater than COOH is greater than COR is greater than COX is greater than COCl is greater than CONH2 is greater than CHO is greater than CN is greater than C double bond O is greater than OH is greater than SH is greater than NH2 is greater than C double bond C is greater than C triple bond C is greater than NO2 is greater than NO is greater than X. X എന്ന് പറയുന്നത് ഹാലോജൻ, NO2 അതേപോലെ തന്നെ C ഡബിൾ ബോണ്ട് C എന്ന് പറയുന്നത് അറിയാം ആൽക്കീൻ, ഇതേപോലത്തെ ഇതാണ് ആൽക്കൈൻ, ഇത് ആൽക്കഹോൾ ആണ്, ഇത് കീറ്റോൺ ആണ്, ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്തായാലും നമുക്ക് അറിയേണ്ടതാണ്. ഇതിൻ്റെ ഒക്കെ പേര് അടുത്ത് വരാൻ പോകുന്ന ഒരു പേജിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അത് പ്രിഫിക്സ് ആവുമ്പം, അതായത് ഗ്രൂപ്പിൽ അറ്റാച്ച്ഡ് ആവുമ്പം അതിനേക്കാളും പ്രധാനം അവിടെ ഉള്ളപ്പം അതിൻ്റെ പേരെന്തായിരിക്കുമെന്നും അതൊരു കോമ്പൗണ്ടിൽ ഉണ്ടാകുമ്പം അതിൻ്റെ പേരെന്തായിരിക്കുമെന്നും നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഗതി ഇവിടെ വരയ്ക്കാം. ഇതിൽ എത്ര ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ ആൽക്കഹോൾ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ കീറ്റോണും ഉണ്ട്. ഈ രണ്ട് സംഗതികളിൽ എന്തായിരിക്കും ഇതിന്റെ പേര്? ഒബ്വിയസ്ലി
നമ്മളുടെ ഓർഡർ ശ്രദ്ധിക്കണം, പ്രധാനമാണ്. നമ്പറിംഗ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? യെസ്, CO is greater than OH ആണ്. നമ്പറിംഗ് തുടങ്ങേണ്ടത് നോക്കാം, കീറ്റോണിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങാം. 1 2 3 4 5 6 7 8 എന്ന് ഞാൻ ഇതിനെ നമ്പർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിന്റെ പേരെന്തായിരിക്കും? 7th പൊസിഷനിൽ എന്താണ് വരുന്നത്? 7th പൊസിഷനിൽ ആൽക്കഹോൾ ആണ് വരുന്നത്. അപ്പൊ ആൽക്കഹോൾ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. ഇതെന്താണ്? കീറ്റോൺ ആണ്. കീറ്റോൺ അവിടെ ഉള്ളപ്പം അത് കീറ്റോൺ ആണ്, അപ്പം ഇത് ആൽക്കഹോൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ OH എന്ത് വിളിക്കും? 7 ഓൾ എന്ന് വിളിക്കാൻ പറ്റില്ല. 7 അല്ലെങ്കിൽ എന്താ പറയാ, 7th പൊസിഷനിൽ നമുക്കൊരു OL ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിന്റെ പ്രിഫിക്സ് ആണ്, അതായത് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു. മീത്തൈൻ എന്ന് പറയുന്നതിന് പകരം അത് ഒരു സൈഡ് ചെയിൻ ആകുമ്പോൾ അതൊരു ആൽക്കൈൽ ഗ്രൂപ്പ്, മീത്തൈൽ എന്നാണ് അതിനെ പറയുക. മീത്തൈൻ എന്നല്ല, മീത്തൈൽ എന്നാണ് അതിനെ പറയാന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ OH നമ്മൾ ആൽക്കഹോൾ എന്നല്ല അപ്പം പറയുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്? ഹൈഡ്രോക്സി എന്നാണ്. 8 ഇല്ല കേട്ടോ, ജസ്റ്റ് 7 വരെ ഉള്ളൂ. 8 ഞാൻ കാർബൺ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് വരച്ചാണ്. സോ ഹൈഡ്രോക്സി, സോ 7 ഹൈഡ്രോക്സി. അതേപോലെ തന്നെ ഏത് പൊസിഷനിലാണ് നമ്മളുടെ കീറ്റോൺ ഉള്ളത്? 2nd പൊസിഷനിൽ. സോ ഇതിന്റെ പേരാണ് 7 ഹൈഡ്രോക്സി. 7 ഹൈഡ്രോക്സി ഹെപ്റ്റാൻ. ഹെപ്റ്റാൻ എന്ന് പറയുമ്പോൾ 7 എണ്ണമാണ് ഉള്ളത്. സോ ഹെപ്റ്റാൻ 2 ഓൺ. സോ 7 ഹൈഡ്രോക്സി ഹെപ്റ്റാൻ 2 ഓൺ എന്നുള്ളതാണ് ഇതിന്റെ പേര്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോമെൻക്ലാച്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഹാവിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് കൂടുതൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വരികയാണെങ്കിൽ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോവസ്റ്റ് നമ്പർ ആൽക്കഹോളിന്, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന് കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്കിതിന്റെ പേര് പറയാൻ പറ്റും. 6th പൊസിഷനിൽ മീത്തൈൽ ഉണ്ട്. ഇതെന്താണ് സംഗതി? 1 2 3 4 7 5 4 5 6 7 8. അപ്പം ഒക്ടെയ്ൻ ആണ്. ഒക്ടെയ്ൻ അല്ല, ഇവിടെ ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് അതെന്തായി? ഒക്ടനോളായി. അപ്പം ഒക്ടനോൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, കാരണം അവിടെ ഒരു സൈഡ്, ഇവിടെ CH3 മീത്തൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ 3rd പൊസിഷനിലാണ് ആൽക്കഹോൾ. ഇതൊക്കെ നമുക്ക് പറയണം. അപ്പം നമ്മൾ ഇതിന്റെ പേരെന്താണ് പറയാ? 6 മീത്തൈൽ, കാരണം 6th മീത്തൈൽ. ഒക്ടാൻ 3 ഓൾ എന്നാണ് പറയുക. ഒക്ടാൻ 3 ഓൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. നൗ മറ്റൊരു ചോദ്യത്തിലേക്ക്. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമ്പർ ചെയ്യാമായിരുന്നു. പക്ഷെ ഈ രീതിയിൽ ഇതാണ് കറക്റ്റ് ഓർഡർ. ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്തത്? കാരണം എന്താന്ന് വെച്ചാൽ ലോവസ്റ്റ് സെറ്റ് 2ഉം 4ഉം ആയിരിക്കും. ഇങ്ങനെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 3ഉം 5ഉം ആണ് കിട്ടുക, വിച്ച് ഇസ് റോങ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 കീറ്റോൺ ഉണ്ട്. കീറ്റോൺ ഗ്രൂപ്പ്സ്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതുക? ഇത് ഹെക്സൈൻ അല്ലേ? ഹെക്സൈൻ 2,4 ഡയോൺ എന്നാണ് എഴുതുന്നത്. മാത്രമല്ല ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന സമയത്ത് എന്താണ് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സിമ്പിൾ ആണ്. ഇവിടെ CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിന്റെ IUPAC നെയിം എന്താണ്? 1 2 3. സിമ്പിൾ ആണ്. 1ൽ തന്നെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിന് ലോസ് കിട്ടുന്ന രീതിയിൽ എഴുതണം. എങ്ങനെയാണ് എഴുതുക? പ്രൊപ്പ് 1E. ഇതാണ് സംഗതി. ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിൽ ഐൻ എന്നാണ് വരിക. ഓക്കെ, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞു ഉള്ളതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കും. ഈ ചാപ്റ്ററിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അതായത് അത് പ്രിഫിക്സിൽ വെക്കണമോ അതോ അത് സഫിക്സിൽ വെക്കണമോ. കുറച്ചു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ
ഹൈഡ്രോക്സി കോമ്പൗണ്ടും വന്നു, അതേപോലെ തന്നെ കീറ്റോൺ കോമ്പൗണ്ടും വന്നു. ഇത് രണ്ടും വന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഈ കോമ്പൗണ്ടിനെ അനലൈസ് ചെയ്തത്? ഇതൊരു ആൽക്കഹോൾ ആണോ, ഇതൊരു കീറ്റോൺ ആണോ? ദിസ് ഈസ് നോട്ട് ആൻ ആൽക്കഹോൾ, ഇതൊരു കീറ്റോൺ ആണ്. അപ്പൊ നമ്മള് ഹൈഡ്രോക്സി എന്ന് പറഞ്ഞ പ്രെഫിക്സ് ആണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൽ ആൽക്കഹോളിന് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു മുഖ്യൻ വരുമ്പോൾ, അതായത് ആൽക്കഹോളിനേക്കാൾ വലിയൊരു മുഖ്യൻ വരുമ്പോൾ ആൽക്കഹോൾ എന്താവും? പൊതുവെ പ്രെഫിക്സ് ആവും. അങ്ങനെയാണ് കഴിഞ്ഞ കേസിൽ ഹൈഡ്രോക്സി ആയത്. അങ്ങനെ ഓരോന്നും പ്രെഫിക്സ് ആവുമ്പോഴും സഫിക്സ് ആവുമ്പോഴും എന്താണെന്ന് പറയുക എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹാലൈഡ്സ് പ്രെഫിക്സ് ഹാലോ ആണ്, ആൽക്കഹോൾ ഹൈഡ്രോക്സി, ഇത് ഓൾ, ആൽഡിഹൈഡ്സ് ഫോർമൈൽ, ആൽ, കീറ്റോൺസ് ഓക്സോ, ഓൺ, നൈട്രൈൽ സയാനോ, നൈട്രൈൽ, ഈതേഴ്സ് ആൽക്കോക്സി, കാർബോക്സിലിക് ആസിഡ് പ്രിഫിക്സ് കാർബോക്സി ആണ്, സഫിക്സ് ഓയിക് ആസിഡ് എന്നാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെന്റനോയിക് ആസിഡ്. അങ്ങനെ കാർബോക്സിലേറ്റ് അയോൺ സഫിക്സ് OH എന്നാണ്. ആൽക്കോക്സി കാർബണൈൽ എന്നത് എസ്റ്റേഴ്സിന്റെ പ്രിഫിക്സ് ആണ്, OH എന്നുള്ളത് സഫിക്സ് ആണ്. ഇങ്ങനെ COX ഉണ്ട്, അതേപോലെ തന്നെ അമൈൻസ് ഉണ്ട്. അമൈൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമൈനോ എന്നാണ് അതിന്റെ പ്രിഫിക്സ്, അമൈൻ എന്നുള്ളതിന്റെ സഫിക്സ് ആണ്. അമൈഡ് എന്ന് പറയുന്നത് കാർബോ അമൈലാണ്, അമൈഡ് എന്നുള്ളത് അതിന്റെ സഫിക്സ് ആണ്. നൈട്രോ കോമ്പൗണ്ടിന്റെ നൈട്രോ എന്ന് പറയുന്ന പ്രിഫിക്സും ഇതില്ല. സൾഫോ എന്ന് പറയുന്നത് സൾഫോണിക് ആസിഡിന്റെ പ്രിഫിക്സും സൾഫോണിക് ആസിഡ് അതിന്റെ സഫിക്സുമാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ഓർത്ത് വ്യക്തമായിട്ട് വെക്കണം. ഇനി നൊമെൻക്ലാച്ചർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബെൻസീൻ എന്ന് പറയുന്നത് ഇവിടെ alternate double bonds. ഇവിടെ നമ്മൾ ഒരു CH3 അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? മീഥൈൽ ബെൻസീൻ എന്നാണ് വിളിക്കുക. അതേസമയം ഒരു OCH3 ആണ് വെച്ചെങ്കിലോ മീത്തോക്സി ബെൻസീൻ എന്നാണ് വിളിക്കുക. അതേസമയം ഈ കേസ് പറയുമ്പോൾ NH2 ആണെങ്കിൽ അമൈനോ ബെൻസീൻ എന്ന് വിളിക്കും. മീഥൈൽ ബെൻസീനെ നമ്മൾ ടൗളീൻ എന്ന് വിളിക്കുന്നു, മീത്തോക്സി ബെൻസീൻ അനിസോൾ എന്നും അമൈനോ ബെൻസീനെ അനിലിൻ എന്നും വിളിക്കുന്നു. NO2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദിസ് ഇസ് എ നൈട്രോ ബെൻസീൻ. ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ ബെൻസീൻ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ ബെൻസീൻ, ഫ്ലോറിൻ ആണെങ്കിൽ ഫ്ലോറോ ബെൻസീൻ. അങ്ങനെ ഇതില് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നോമെൻക്ലാച്ചർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സില് ഇഫ് ദ ബെൻസീൻ റിംഗ് ഈസ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഇതാണ് കേസെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. If the benzene ring is di-substituted, the position of substituent is defined by the numbering the carbon atoms of the ring such that the substituents are located at the lowest number possible. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂയൻസ് എപ്പോഴും ലോവർ നമ്പറിൽ വെക്കണം എന്നുള്ള രീതി. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തോന്നുന്ന രീതിയിൽ കാർബൺ ഇപ്പോ ഇവിടെ 1, ഇത് 1, ഇത് 1, ഇത് 2 എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ഒരു ബ്രോമിൻ, സെക്കൻഡ് ഒരു ബ്രോമിൻ, ഇത് രണ്ടും തെറ്റും. അതേപോലെ തന്നെ മറ്റൊരു കേസ് നോക്കുക. ഇവിടെ 2 ബ്രോമിൻ ഉണ്ട്, 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരു ബ്രോമിൻ മറ്റൊരു ബ്രോമിൻ. ഒന്ന് ഫസ്റ്റ് പൊസിഷനിലാണ്, രണ്ടാമത്തത് സെക്കൻഡ് പൊസിഷനിലാണ്. മറ്റൊന്ന് ഫസ്റ്റ് പൊസിഷനിൽ ബ്രോമിൻ, സെക്കൻഡ് പൊസിഷനിൽ ഒന്നുമില്ല, തേർഡ് പൊസിഷനിൽ ആൾട്ടർനേറ്റ് ആയിട്ട് വീണ്ടും ബ്രോമിൻ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക നമുക്ക് പറയാം. ഇത് അതേപോലെ തന്നെ ബ്രോമിൻ 1, 2 ഉം 3 ഉം കഴിഞ്ഞ് ഫോർത്ത് പൊസിഷനിൽ വീണ്ടും ബ്രോമിൻ. ഫസ്റ്റത്തതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് വിളിക്കാം? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ റീകലക്ട് ചെയ്ത് നോക്കൂ. എന്താണ് പറയാ? 1, 2 ഡൈബ്രോമോ ബെൻസീൻ. അത്രേ ഉള്ളൂ. 1, 2 ഡൈബ്രോമോ ബെൻസീൻ. വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ഇതിനെന്താ പറയാ? 1, 3 ഡൈബ്രോമോ ബെൻസീൻ. അതേപോലെ തന്നെ ഇതിനോ 1, 4 ഡൈബ്രോമോ ബെൻസീൻ എന്നാണ് നമ്മൾ പറയുക. ഇതിന് നമ്മൾ മറ്റൊരു രീതിയിലും പറയും. എങ്ങനെയാണ്? നമ്മൾ അതിനെ ഒരു ട്രിവിയൽ സിസ്റ്റം ഓഫ് നോമെൻക്ലാച്ചർ കൊടുത്തിട്ട് അതിന്റെ പേര് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ഓർത്തോ, ദിസ് ഇസ് മെറ്റ ആൻഡ് ദിസ് ഇസ് പാര. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് പറയാം?
ഓർത്തോ ഡൈബ്രോമോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓർത്തോ ഡൈബ്രോമോ ബെൻസീൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കാർബൺ ആറ്റം ഒന്നിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ബ്രോമിൻ, അടുത്തതിന്റെ തന്നെയാണ് അടുത്ത ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്തോയിലൂടെ മനസ്സിലാവും. ഒന്ന് കഴിഞ്ഞ് ഒന്ന് വിട്ടിട്ടാണെന്നുള്ളത് മെറ്റലിൽ നിന്ന് മനസ്സിലാവും. ഒന്ന് കഴിഞ്ഞ് ഏകദേശം ഓപ്പോസിറ്റ് ഓർഡറിൽ ഇങ്ങനെ വരുന്നതാണെങ്കിൽ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് പാര. ആദ്യത്തേത് ഓർത്തോ ഡൈ ബ്രോമോ ബെൻസീൻ, രണ്ടാമത്തേത് മെറ്റാ ഡൈ ബ്രോമോ ബെൻസീൻ, മൂന്നാമത്തേത് പാരാ ഡൈ ബ്രോമോ ബെൻസീൻ. ഇനി നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് നോക്കാം. ഈ കോമ്പൗണ്ട്സിന്റെ ഒക്കെ പേരെന്താണെന്ന്, എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ ലോവസ്റ്റ് നമ്പർ ആണ് നമ്പർ ചെയ്യേണ്ടത്. അതായത് ഇത് ഫസ്റ്റ് ആണെങ്കിൽ ഇത് 2, ഇത് 3, ഇത് 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ക്ലോറോ 2 4 ഡൈനൈട്രോ ബെൻസീൻ എന്ന് കിട്ടും. അല്ലാതെ 4 ക്ലോറോ 1 3 ഡൈനൈട്രോ ബെൻസീൻ അല്ല. എന്തുകൊണ്ട്? കാരണം 4 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് നമ്പർ തുടങ്ങണ്ടേ, 1 2 3 4 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1 2 3 4 എന്നുള്ള രീതി തുടങ്ങണ്ടേ. ഇങ്ങനെയല്ല അത് വരുന്നത്. 1 2 4 ആണ് കുറച്ചും കൂടി ഷോർട്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ 1 ക്ലോറോ 2 4 നൈട്രറ്റോ ബെൻസീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ, നമ്പറിംഗ് നോക്കുകയാണെങ്കിൽ മീഥൈൽ നമ്പർ തുടങ്ങാം 1 2 3 4. 1 ക്ലോറോ അല്ല, 1 മീഥൈൽ, 2 ക്ലോറോ, 4 എന്താണ്? 4 നൈട്രോ ബെൻസീൻ ആണ്. നൈട്രോ ബെൻസീൻ ആണ്. മീഥൈൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ആണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്. 2 ക്ലോറോ സി ആണ് ആദ്യം വരുന്നത്. 2 ക്ലോറോ 1 മീഥൈൽ 4 നൈട്രോ ബെൻസീൻ. അതേപോലെ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഈ സംഗതി കണ്ടാൽ തന്നെ മനസ്സിലാവണം, ഇത് ബെൻസീനിൽ നമ്മൾ OCH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്താണ്? അനിസോൾ എന്നാണ്. അനിസോൾ ആവുന്ന സമയത്ത് 1 2 3 4 ഫോർത്ത് പൊസിഷനിൽ മീഥൈൽ, സെക്കൻഡ് പൊസിഷനിൽ ക്ലോറോ, 2 ക്ലോറോ 4 മീഥൈൽ അനിസോൾ. അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, ഇവിടെ നമ്മളുടെ NH2 ഉണ്ട്. NH2 എന്ന് പറഞ്ഞാൽ എന്താണ്? അമൈൻ ആണ്. അമൈൻ വരുന്നത് കൊണ്ട് ഇറ്റ്സ് എൻ അനിലിൻ. ബെൻസീന്റെ കൂടെ അമൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആവാണ്. സോ 2 3. ആദ്യം എന്താ വരുന്നത്? ഈത്തൈലും ഉണ്ട് മീത്തൈലും ഉണ്ട്. ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ച് ഈത്തൈലാണ് ആദ്യം വരിക. സോ 4 ഈത്തൈൽ 2 മീത്തൈൽ അനിലിൻ. സിമ്പിൾ. അതേപോലെ തന്നെ ഇത് OH കണ്ടപാട് നമുക്ക് മനസ്സിലാവണം, ദിസ് ഇസ് ആൻ ആൽക്കഹോൾ. ആൽക്കഹോൾ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ബെൻസീൻ. അപ്പൊ എന്താണ്? ദിസ് ഇസ് എ ഫിനോൾ. 1 2 3 എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ 3 4 ഡൈമീഥൈൽ ഫിനോൾ. സോ ദിസ് ഇസ് വാട്ട് ഇസ് അവർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സ്. ഇനി നിങ്ങളോട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്യാൻ യു ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് O ഈഥൈൽ അനിസോൾ? നിങ്ങൾക്ക് പറ്റുമോ? ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് പറ്റുമെന്ന്. കാരണം ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ ആവശ്യമുള്ളൂ. O എന്ന് പറഞ്ഞാൽ എന്താണ്? O എന്ന് പറഞ്ഞാൽ ഓർത്തോ എന്നാണ്. നിങ്ങളും ഓർക്കൂ, ഓർത്തോ ഈഥൈൽ അനിസോൾ. എന്താണ് ഓർത്തോ ഈഥൈൽ അനിസോൾ എന്ന് പറയുന്നത്? എന്താണ്? ആലോചിച്ചു നോക്കൂ. അനിസോൾ എന്ന് പറയുമ്പം എന്താണ് അനിസോൾ? ഞാൻ ആദ്യം അനിസോൾ ഇവിടെ വരയ്ക്കാം. അനിസോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് OCH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. O ഈഥൈൽ എന്ന് പറയുമ്പം ഓർത്തോ പൊസിഷൻ ആണ് 1 2 എന്നുള്ള രീതിയിൽ. ഇവിടെയാണ് ഫസ്റ്റ് എങ്കിൽ ഇവിടെ ആയിരിക്കണം സെക്കൻഡ്. സോ ഈഥൈൽ എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ. സോ CH3 CH2. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് O ഈഥൈൽ അനിസോൾ. മറ്റൊരു സ്ട്രക്ചറും കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. ക്യാൻ യു ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് 4 ഈഥൈൽ 1 ഫ്ലോറോ 2 നൈട്രോ ബെൻസീൻ? കുറച്ച് കുഴപ്പം പിടിച്ചാന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പം പിടിച്ചതേ അല്ല, എളുപ്പമാണ്. നമുക്ക് ട്രൈ ചെയ്താൽ ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ 2 നൈട്രോ ബെൻസീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മളുടെ ബെൻസീൻ റിംഗ് വരയ്ക്കാം. സോ ഈ ബെൻസീൻ റിംഗില് എന്താണുള്ളത്? നൈട്രോ ബെൻസീൻ ആണ്. നൈട്രോ എന്ന് പറയുമ്പം ഞാൻ ഇവിടെ NO2 വരച്ചു. 2 നൈട്രോ എന്നാണ് പറഞ്ഞത്.
1 fluoro 2 nitro. ഞാൻ നമ്പറിങ് ഇവിടെ നിന്ന് തുടങ്ങാം. 1 2 3 4. ഫോർത്തിൽ എന്താണ് നമുക്കുള്ളത്? ഈത്തയിലാണ് ഉള്ളത്. അപ്പൊ എന്തായി? ഫസ്റ്റ് പൊസിഷൻ ഏകദേശം ഇവിടെ നമുക്ക് ഫ്ലോറിൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫ്ലോറിൻ കൊടുക്കാം. സോറി, ഇത് 5 ആണ്, ഇത് 4 ആണ്. ഫോർത്ത് പൊസിഷനിൽ നമുക്ക് CH2CH3 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മളുടെ 4 ഈത്തൈൽ 1 ഫ്ലോറോ 2 നൈട്രോ ബെൻസീൻ. കാരണം ഫസ്റ്റില് ഇവിടെ ഫ്ലോറിൻ 2 3 കഴിഞ്ഞിട്ട് 4 നമ്മളുടെ ഈത്തൈൽ ഗ്രൂപ്പ്. NO2 എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂവന്റ്. അപ്പൊ അതെന്തായി? ഈ ബെൻസീൻ എന്തായി? നൈട്രോ ബെൻസീൻ ആയി മാറി. നിങ്ങൾക്ക് ബെൻസീനിന്റെ നൊമെൻക്ലാച്ചർ ഇപ്പം എങ്ങനെയാണ് ചെയ്തതെന്ന്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീന്റെ നൊമെൻക്ലാച്ചർ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ഐസോമെറിസം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്, അതായത് നമ്മളുടെ ഐസോമെറിസം. നൊമെൻക്ലാച്ചർ നമ്മളിപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഐസോമെറിസത്തിലേക്കാണ്. അപ്പൊ ഐസോമെറിസം തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എന്താണ് ഐസോമെറിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഐസോമെറിസം സ്ട്രക്ചറൽ ഐസോമെറിസമായും സ്റ്റീരിയോ ഐസോമെറിസമായും രണ്ട് രീതിയിലാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം, മെറ്റാമെറിസം എന്നത് സ്ട്രക്ചറൽ ഐസോമെറിസത്തിന്റെ 4 ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ സ്റ്റീരിയോ ഐസോമെറിസം എടുത്തു കഴിഞ്ഞാൽ ജിയോമെട്രിക്കൽ ഐസോമെറിസവും ഒപ്റ്റിക്കൽ ഐസോമെറിസവും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മറക്കരുത്, ഐസോമെറിസം അതിന്റെ 2 പാർട്ടാണ്, സ്ട്രക്ചറലും സ്റ്റീരിയോ ഐസോമെറിസവും. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നത് 12ാം ക്ലാസ്സിലാണ്. സ്ട്രക്ചറൽ ഐസോമെറിസം, ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം, മെറ്റാമെറിസം എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓരോന്നും എന്താണെന്ന് വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കും. ഫസ്റ്റ് ഈസ് സ്ട്രക്ചറൽ ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. അതായത് അതിന്റെ മോളിക്യുലർ ഫോർമുല എന്നത് സെയിം ആയിരിക്കും, പക്ഷേ സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ചു നേരത്തെ ഐസോപ്രൊപ്പൈൽ അല്ലെങ്കിൽ ബ്യൂട്ടൈൽ, നിയോ, ഐസോ, എൻ എന്ന് പറയുന്ന 3 എണ്ണം, അല്ലെങ്കിൽ സെക്, ടെർട്ട് എന്നൊക്കെ പഠിച്ചു. ഇതേ കാര്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അതിന്റെ സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇതിനെപ്പറ്റി കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് വഴി പഠിക്കാം. സ്ട്രക്ചറൽ ഐസോമെറിസം 4 എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം, മെറ്റാമെറിസം. ഇനി ചെയിൻ ഐസോമെറിസം എന്താണെന്ന് നോക്കാം. When 2 or more compounds have similar molecular formula but different carbon skeletons, these are referred to as chain isomers and phenomenon is named as chain isomers. അതായത് 2 കൂടുതൽ കോമ്പൗണ്ടോ സെയിം മോളിക്യുലർ ഫോർമുല ആവുകയും പക്ഷെ അതിന്റെ കാർബൺ സ്കെലിട്ടൺ ഡിഫറെന്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത്. ഇതിന്റെ പേരാണ് ചെയിൻ ഐസോമെറിസം. ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള പെന്റെയിൻ ഉണ്ട്. പെന്റെയിന്റെ പരിചയമല്ലേ? CH3 CH2 CH2 CH3 ഇതാണ് നമ്മളുടെ പെന്റെയിൻ. അതായത് ബ്രാഞ്ചുകൾ ഒന്നുമില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കാർബണിന്റെ ചെയിൻ, 5 കാർബൺ അടങ്ങുന്ന ചെയിൻ, പെന്റെയിൻ. രണ്ടാമത്തത് ഐസോപെന്റെയിൻ ആണ്. ഐസോപെന്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മീഥൈൽ ബ്യൂട്ടൈനെയാണ് നമ്മൾ ഐസോപെന്റെയിൻ എന്ന് വിളിക്കുന്നത്. ഐസോ എന്ന് പറയുമ്പം നമ്മൾ എല്ലാ കാർബണിനെയും കൂട്ടുന്നുണ്ട്, ടോട്ടൽ ആണ് നമ്മൾ പറയുന്നത്. ഐസോ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഇങ്ങനെയൊരു സൈഡ് ചെയിൻ വരുന്നതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. ഇതിലും നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഇത് ഒരു ലോങ് ചെയിൻ അല്ലെങ്കിൽ പാരന്റ് ചെയിൻ, ഇത് അതിന്റെ ബ്രാഞ്ച് ആണ്. CH3 CH CH2 Cl. രണ്ടാമത്തെ കാർബണിനോട് CH3 അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഐസോപെന്റെയിൻ. ഇനി മൂന്നാമത്തത് ആണ് നിയോപെന്റെയിൻ. അതിലും നമ്മൾ അതേപോലെ തന്നെ 5 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ നിയോപെന്റെയിൻ എന്ന് വിളിക്കുന്നു. പക്ഷെ അതിന്റെ മറ്റേ പേരെങ്ങനെയാണ് വരുന്നത്? 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നാണ്. നമുക്ക് ഏതും ലോങ് ചെയിൻ എടുക്കാം. ഈ കേസിൽ നമുക്ക് ഏത് വേണമെങ്കിലും ലോങ് ചെയിൻ ആയിട്ട് എടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ലോങ് ചെയിൻ ആയിട്ട് എടുക്കാം. ഉദാഹരണത്തിന് ഇത് ലോങ് ചെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും അതിന്റെ ബ്രാഞ്ച് ആയിട്ട് വരും.
അതേസമയം ഇനി നിങ്ങൾക്ക് അതല്ല ഇഷ്ടം, ഇതിനെയാണ് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിലും ഓക്കെ ആണ്, കാരണം ഈ കേസിലും അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ നിയോപെന്റെയിൻ, 2,2-ഡൈമീഥൈൽ പ്രോപ്പൈൻ എന്നും ഇതിനെ നമ്മൾ വിളിക്കുന്നു. ഇത് മൂന്നിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മോളിക്യുലാർ ഫോർമുല സെയിം ആണ്. എല്ലാത്തിന്റെയും മോളിക്യുലാർ ഫോർമുല സെയിം ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ കാർബൺ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. ഹൈഡ്രജൻ 3, 5, 7, 9, 12. അപ്പം C5H12. ഇതിന്റെ മോളിക്യുലർ ഫോർമുല C5H12 ആണ്. അതേപോലെ തന്നെ ഇത് ഒരു കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ. ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ C5H3, 6, 7, 9, 12. ഇതിന്റെ മോളിക്യുലർ ഫോർമുല CH12 എന്ന് തന്നെ. ഇനി ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ, C5. പെന്റെയിൻ ആകുമ്പോൾ നമുക്കറിയാം. ഇനി ഹൈഡ്രജൻ ഉണ്ടോ നോക്കൂ, 3, 3, 3, 3, 3, 4, 12. ഈ കേസിലും H12 ആണ് വരുന്നത്. ഈ കേസിലൊക്കെ എന്താണ് കോമൺ? മോളിക്യുലർ ഫോർമുല കോമൺ ആണ്. എന്താണ് കോമൺ അല്ലാത്തത്? ഇതിന്റെ സ്കെലിട്ടൺ ഡിഫറെന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്, ഡിഫറെന്റ് കാർബൺ സ്കെലിട്ടൺസ് എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. പക്ഷെ അതിന്റെ മോളിക്യുലർ ഫോർമുല ഒക്കെ സെയിം ആയിരിക്കും. ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് മീൻ ബൈ എ പൊസിഷൻ ഐസോമറിസം. When two or more compounds differ in positions of substituent atom or functional group on the carbon skeleton, they are called position isomers, and this phenomenon is termed as position isomerism. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്നല്ലേ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതില് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആറ്റത്തിന്റെ പൊസിഷനോ ഡിഫർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിനെ പൊസിഷൻ ഐസോമറിസം എന്ന് കാണിക്കുന്നത്. അത് എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഞാൻ ഇവിടെ ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. പ്രോപ്പൻ 1 പ്രോപ്പൻ 2 പൊസിഷൻ ഐസോമറിസം കാണിക്കുന്നുണ്ട്. കാര്യം എന്താണ്? ഇതിന്റെ രണ്ടിനെയും മോളിക്യുലർ ഫോർമുല എടുത്ത് നോക്കിയാൽ C3 ഹൈഡ്രജൻ 3, 5, 7, H7OH എന്ന് കിട്ടും. ഇതെടുത്ത് നോക്കുകയാണെങ്കിലും C3H7OH എന്ന് കിട്ടും. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്താണ്? പ്രൊപ്പൻ 1 OH കണക്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ചെയിന്റെ കൂടെ തന്നെയാണ്. പക്ഷെ ഇത് സെക്കൻഡ് കാർബണില് ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ പ്രൊപ്പൻ 1 പ്രൊപ്പൻ 2 കാണിക്കുന്നതാണ് പൊസിഷൻ ഐസോമെറിസം. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഐസോമെറിസം, അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം എന്ന് പറയുന്നത്. 2 or more compounds having same molecular formula but different functional groups are called functional isomers, and this phenomenon is termed as functional group isomers. ഇത് ഭയങ്കര രസകരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐസോമർസ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇതില് നമ്മളുടെ മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കും. മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കും. ഇവിടെ സ്കെലിട്ടന്റെ വ്യത്യാസത്തിനെ പറ്റി അല്ല പറയുന്നത്, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം ഉണ്ടാവും. അതായത് മോളിക്യുലർ ഫോർമുല കറക്റ്റ് ആണ്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ 2 എക്സാമ്പിൾ, പ്രൊപ്പനോണും പ്രൊപ്പനാലും. ഇതിന്റെ രണ്ടിന്റെയും മോളിക്യുലർ ഫോർമുല എഴുതി നോക്കിയാൽ C3 ആണല്ലോ, C3 1 2 3 യെസ് 3 + 3 ഹൈഡ്രജൻ എത്രയാണ്? 6. ഓക്സിജൻ എത്രയാണ്? 1. C3H6O. ഇതോ 1 2 3 3 കാർബൺ, 3 2 5 + 1 6 C3H6O. ഇതിന് രണ്ടിന്റെയും മോളിക്യുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇതിലെ വ്യത്യാസം എന്താണ്? ഒന്ന് കീറ്റോൺ ആണ്, മറ്റൊന്ന് ആൽഡിഹൈഡ് ആണ് എന്നതാണ് ഇതിന്റെ വ്യത്യാസം. കാരണം അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? മാറുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഐസോമെറിസത്തിന്റെ പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം. ഇതാണ് നമ്മളിപ്പോ 3 ഐസോമെറിസം ഡിസ്കസ് ചെയ്തു. ഒന്ന് പൊസിഷൻ ഐസോമെറിസം, അതിന്റെ മുമ്പ് നമ്മൾ ചെയിൻ ഐസോമെറിസത്തിനെ പറ്റി പഠിച്ചു. ചെയിൻ ഐസോമെറിസത്തിൽ കാർബൺ സ്പ്ലിറ്റൻസിനെ പറ്റിയാണ് പറഞ്ഞത്. പൊസിഷൻ ഐസോമെറിസത്തിൽ സബ്സ്റ്റിറ്റ്യൂന്റ് ആറ്റം ഓർ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻസിൽ വരുന്ന വ്യത്യാസത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഫങ്ഷണൽ ഗ്രൂപ്പില് ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എല്ലാ ഐസോമെറിസത്തിലും മോളിക്യുലർ ഫോർമുല, ഈ കേസിലൊക്കെ തന്നെ മോളിക്യുലർ ഫോർമുല എന്താണ്? സെയിം ആണ്. മാറുന്നത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസത്തില് ഫങ്ഷണൽ ഗ്രൂപ്പാണ് മാറുന്നത്. പൊസിഷൻ ഐസോമെറിസത്തില് സബ്സ്റ്റിറ്റ്യൂന്റ് ആറ്റം അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻസ് ആണ് മാറുന്നത്. പ്രൊപ്പൻ 1 പ്രൊപ്പൻ 2 പോലെ. അതേസമയം ചെയിൻ ഐസോമെറിസത്തില് കാർബൺ സ്കെലിട്ടണിൽ തന്നെ ഈ പെന്റൈൻ
ഐസോപെന്റെയിൻ പോലെയാണ് മാറുന്നത്. ഇത് മൂന്നും വളരെ പ്രധാനമാണ്, മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോപ്പിക്കാണ് മെറ്റാമെറിസം. Metamerism arises due to different alkyl chains on either side of functional group in a molecule. For example, C4H10O represents methoxypropane and ethoxyethane. Nice. അതായത് ഒരു ഓക്സിജൻ, സെൻട്രൽ ഒരു ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജന്റെ ഒരു വശത്ത് ആദ്യം പറയുന്നത് മീത്തോക്സിപ്രൊപ്പൈൻ ആണ്. ആദ്യം ഇവിടെ മീത്തേൻ, ഇവിടെയോ CH2, CH3. ഇവിടെ നമ്മളുടെ CH3O CH2CH3. ഇതെന്താണ് നമ്മളുടെ മീത്തേൻ, ഇതെന്താണ് നമ്മളുടെ പ്രോപ്പെയിൻ, ഇതാണ് നമ്മളുടെ ഓക്സിജൻ ആറ്റം. ഇതിന്റെ പേരാണ് മീത്തോക്സി പ്രൊപ്പെയിൻ. അതേപോലെ തന്നെ മറ്റൊരു സാധനം കൂടി നമുക്ക് ഇവിടെ വരയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതേ മോളിക്യുലർ ഫോർമുല വെച്ചിട്ട്. അതാണ് ഈത്തോക്സി ഈത്തേൻ. CH3 CH2O CH2 CH3. കാരണം ഇവിടെയും മീത്തേൻ, ഇവിടെയും മീത്തേൻ. മറ്റേത് എന്താണ്? ഇവിടെ മീത്തേൻ, ഇവിടെ പ്രൊപ്പെയിൻ. മറ്റൊന്ന് ഞാനൊന്ന് ഇവിടെ ജസ്റ്റ് വരയ്ക്കാം. CH3O CH2 CH2 CH3. ഇതിലിപ്പോ നമ്മൾ മോളിക്യുലർ ഫോർമുല എടുത്തു നോക്കുകയാണെങ്കിൽ 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, C4 H എത്രയാണ്? 5 7 10 അല്ലേ? 5 7 10. യെസ്. H10O. ഇതും എന്താണ്? C4H10O. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ്? ഒരു ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയുള്ള രീതിയിലുള്ളത് കാണുകയാണെങ്കിൽ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് മീത്തോക്സി പ്രൊപ്പൈനും ഈത്തോക്സി ഈത്തൈനും തമ്മിൽ കാണിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് മെറ്റാമെറിസം. ഈ കാര്യം കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നൗ സ്റ്റീരിയോ ഐസോമെറിസം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത് the compounds that have same constitution and sequence of covalent bonds. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും കോവാലന്റ് ബോണ്ടിന്റെ സീക്വൻസ് രണ്ടും സെയിം ആണ്. പക്ഷെ അതിന്റെ ആറ്റത്തിന്റെ റിലേറ്റീവ് പൊസിഷൻസിൽ അല്ലെങ്കിൽ ഓർ ഗ്രൂപ്സ് ഇൻ സ്പേസ്, ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്സ് ഇൻ സ്പേസ്, അതില് വ്യത്യാസം ഉണ്ടാവും. ആറ്റംസിലോ അല്ലെങ്കിൽ ഗ്രൂപ്സിന് സ്പേസിലോ അതിൽ വ്യത്യാസം ഉണ്ടാവും. അതിന്റെ പേരാണ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഈ ഐസോമെറിസത്തിന്റെ പേര് സ്റ്റീരിയോ ഐസോമെറിസം എന്നാണ്. ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ജിയോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ എന്നുള്ള രീതിയിൽ. അതിലാണ് നമ്മൾ സിസും ട്രാൻസും ഒക്കെ പഠിക്കുന്നത്. സിസ് എന്നും ട്രാൻസ് എന്നും ഒക്കെ നിങ്ങൾ കേൾക്കും. അതൊക്കെ നമ്മൾ ജിയോമെട്രിക്കൽ അതേപോലെ തന്നെ ഒപ്റ്റിക്കലും നമുക്ക് പഠിക്കാനുണ്ട്. +2 കാര്യമായിട്ട് സ്റ്റീരിയോ ഐസോമെറിസത്തിനെ പറ്റി നമുക്ക് പഠിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം കോൺസ്റ്റിറ്റ്യൂഷനും സീക്വൻസ് ഓഫ് കോവാലന്റ് ബോണ്ട് സെയിം ആണ്. പക്ഷേ ഡിഫറെന്റ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദ ആറ്റംസ് ഓർ ഗ്രൂപ്സ് ഇൻ സ്പേസ് ആർ കോൾഡ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ഇൻ കോവാലന്റ് ബോണ്ട്സ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ അർത്ഥം? അതായത് നമ്മൾ ഒരു ചെറിയ ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് പറയും. ഞാനിപ്പോ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ ഐ എം ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്ഡ് ആവുക എന്ന് പറയുകയാണെങ്കിൽ ചെറിയ ഡിസ്റ്റൻസിൽ നമ്മളുടെ പൊസിഷനിൽ ഒരു മാറ്റം വരിക, അതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഫിസിക്സ് ആണല്ലോ, എന്തിനാണ് കെമിസ്ട്രിയിൽ ഞാനിത് പറയുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് അതിനെ പറ്റിയാണല്ലോ സുഹൃത്തെ നമ്മൾ പറയുന്നത്. കാരണം ഇലക്ട്രോണിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് ഇലക്ട്രോണിന്റെ പൊസിഷനിലാണ് മാറ്റം വരുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന എഫക്ട്സ് ഇൻ കോവാലന്റ് ബോണ്ട്സ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഉഷാറല്ലേ? റെഡിയല്ലേ? പോകാം. ഓക്കെ. ഫിഷൻ ഓഫ് കോവാലന്റ് ബോണ്ട്സ്. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ മുറിയുക. നൗ ഹോമോലിസിസ് ഇത് ഒരു ടൈപ്പ് ഓഫ് ഫിഷൻ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ the bond breaks in such a way that each bonded atoms get one electron of the shared pair. ഇത് ഞാൻ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണുന്നുണ്ടല്ലോ. CH3Br ഒരു ബ്രോമിൻ ഉണ്ട് which is connected to a methane. Now ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ
CH3 എന്ന് പറയുന്നത് ഒരു ഫ്രീ റാഡിക്കൽ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇത് രണ്ടും ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ആണ്. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ബോണ്ട് ചെയ്യാൻ 2 ഇലക്ട്രോൺസ് അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം ബോണ്ട് ചെയ്യാൻ ഉപയോഗിച്ച 2 ഇലക്ട്രോണും ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഈ CH3ക്കും മറ്റൊന്ന് ഈ Br-നും പോകുന്നു, എന്നിട്ട് ഇതങ്ങ് ബ്രേക്ക് ആവുന്നു. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ CH3Br. ഇതിനാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഹോമോലിസിസ് എന്ന് പറയുകയാണെങ്കിൽ the bond breaks in such a way that each bonded atoms get 1 electron of shared pair. അതായത് ബ്രേക്ക് ചെയ്യുമ്പം ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ കിട്ടുന്ന രീതിയിൽ. അതായത് ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ CH3ക്കൊന്നും Br-നൊന്നും. അപ്പം ഈ ഒരു പേര് ഫ്രീ റാഡിക്കൽ, ഈ പേര് നിങ്ങൾ ആരും മറക്കരുത്. ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന പേരാരും മറക്കരുത്. മറക്കുവോ? പാടില്ല, മറക്കാൻ പാടില്ല. ഓക്കെ, ഫിഷൻ ഓഫ് കോവാലന്റ് ബോണ്ട്സ്. മറ്റൊരു ടൈപ്പ് എന്താണ്? ഹെട്രോലിസിസ് ആണ്. ഹെട്രോലിസിസ് എന്ന് പറയുകയാണെങ്കിൽ the bond breaks in such a way that one of the bonded atoms get both the electrons of the shared pair. സാധാരണഗതിയില് ഇത് നോർമലി ഇതിന് എത്രയാണോ ഇലക്ട്രോൺസ് ആവശ്യമുള്ളത് അത് ഇതിന്റെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നാണ് ഇത് ബോണ്ടിങ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ CH3Br എന്ന് പറയുന്ന സംഗതി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 2 ഇലക്ട്രോണും ഒന്നിലേക്ക് പോകും എന്നതാണ്. അതായത് ഈ കേസിൽ ഇപ്പം പറയുകയാണെങ്കിൽ 2 ഇലക്ട്രോണും ബ്രോമിനിലേക്ക് പോയി. ഒരു ഇലക്ട്രോൺ ബ്രോമിൻ്റെതാണ്, പക്ഷെ മറ്റൊരു ഇലക്ട്രോണും കൂടി അവിടെ എക്സസ് ആയിട്ട് വരുമ്പം അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓൾവേസ് നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ഒരു ഇങ്ങനെയുള്ളൊരു കോമ്പൗണ്ട് തരികയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു ഇലക്ട്രോൺ പോകുന്നത് എന്തിലേക്കാണോ പോകുന്നത് അത് നെഗറ്റീവ് ആയിരിക്കും. എന്തിൽ നിന്നാണോ പോകുന്നത് അതിന് ഒരു ഇലക്ട്രോൺ കുറവുണ്ടാകും. അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാറ്റയോൺ എന്ന് വിളിക്കുന്നു. അതേസമയം നെഗറ്റീവ് ആയതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആനയോൺ എന്ന് വിളിക്കുന്നു. സോ കാറ്റയോൺ ആയിട്ടും ആനയോൺ ആയിട്ടും നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് കിട്ടുന്നതിനാണ് നമ്മൾ ഹെട്രോലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺ വീതം കിട്ടുന്ന ഈ ടൈപ്പ് ഓഫ് മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലിസിസ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതാണ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ്. ഈ കേസിലെ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഈ ഒരു രീതിയിലായിരിക്കും. CH3 3 times C. അതായത് ഈ സിയോട് ഈ കാർബോകാറ്റയോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. എന്തിനേക്കാളും CH3 CH2 ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. CH ആയിരിക്കില്ലേ? യെസ്. ഇതിനേക്കാളും ആർക്കാണ് ഉണ്ടാവുക? ഇതിനാണ് ഉണ്ടാവുക. അതിനേക്കാളും കുറവായിരിക്കും ഇതിനുണ്ടാവുക. അതിനേക്കാളും കുറവായിരിക്കും നമ്മളുടെ ഈ കോമ്പൗണ്ടിന് ഉണ്ടാവുക. കോമ്പൗണ്ട് അല്ല, സോറി, കാർബോകാറ്റയോൺസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനേക്കാളും ചെറുതായിരിക്കും നമുക്ക് നമ്മളുടെ ഈ മീഥേൻ, ഈ കാർബോകാറ്റയോൺ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മളുടെ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾവേസ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽസും അതേപോലെ തന്നെയാണ്. കാർബോകാറ്റയോൺസിനെ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ടെർട്ട് ബ്യൂട്ടൈൽ, ഐസോ, അത് കഴിഞ്ഞിട്ട് ഈത്തൈൽ, അത് കഴിഞ്ഞിട്ട് മീത്തൈൽ, ഇങ്ങനെയാണ് അതിന്റെയും സ്റ്റെബിലിറ്റി വരുന്നത്. ഏറ്റവും കൂടുതൽ ടെർട്ട്, പിന്നെ ഐസോ, പിന്നെ ഈത്തൈൽ, പിന്നെ മീത്തൈൽ, ഈ ഒരു രീതി. ഇത് നിങ്ങൾ മറക്കാതിരിക്കുക, ഓർക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സബ്സ്ട്രേറ്റ്സ് ആൻഡ് റിയാജൻസ് സിമ്പിൾ ആണ്. ഇത് ഇവിടെ വരയ്ക്കാം. ഇത് നമ്മളുടെ സബ്സ്ട്രേറ്റ് ആണ്. ഇത് നമ്മളുടെ
reagent ആണ്, and this is our product. ഇതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അതാണ് what is nucleophiles and അതേപോലെ തന്നെ what is electrophiles. Substrates and reagents ൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ന്യൂക്ലിയോഫൈൽസും മറ്റൊന്ന് ഇലക്ട്രോഫൈൽസും. ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഫൈൽസ്, ഈ PHILES എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ ഫീലിയ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട് ഫോബിക്. ഫോബിക്കിനെ പറ്റി നിങ്ങൾ പിന്നെയും കേട്ടിട്ടുണ്ട്. പേടിപ്പെടുത്തുന്ന, ഇഷ്ടമില്ലാത്ത, വെറുക്കുന്ന എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ അതിന് അർത്ഥം മനസ്സിലാക്കിയിട്ടും ഉണ്ടാവാം. യെസ്, ഫോബിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ ഫൈൽസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇഷ്ടം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫോബിക് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങള് മാർക്കോ ഫൈൽസ് ആണെന്ന് പറയാം. അതായത് നിങ്ങൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എക്സാംസിൽ നിങ്ങൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ എനിക്കിപ്പോ സ്പൈഡറിനെ ഭയങ്കര പേടിയാണ്. ഞാനൊരു സ്പൈഡർ ഫോബിക്കാണ്. എനിക്ക് സ്പൈഡറിനെ പേടിയാണ്. പേടി എന്ന് മാത്രമല്ല, ചിലപ്പം ഇഷ്ടമില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബൈൻഡിങ് ചെയ്യില്ല എന്നൊക്കെ അർത്ഥം വരാം. അപ്പം ഫൈൽസിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ സീക്കിംഗ് എന്നുള്ളൊരു അർത്ഥമാണ്. ന്യൂക്ലിയോഫൈൽസിന്റെ അർത്ഥം ന്യൂക്ലിയസ് സീക്കിംഗ് എന്നുള്ളതാണ്. A reagent that brings an electron pair to the reactive site is called a nucleophile. എന്താണ് ഒരു ന്യൂക്ലിയോഫൈൽ? ഇലക്ട്രോൺ പെയർ റിയാക്റ്റീവ് സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന റിയേജന്റിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺ പെയർ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? റിയാക്റ്റീവ് സൈറ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന റിയാജന്റിന്റെ പേരാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫൈൽ ആരാണ് എന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ആരാണ്? റിയാജന്റ് ദാറ്റ് ബ്രിങ്സ് ഇലക്ട്രോൺ പെയർ ടു ദ റിയാക്റ്റീവ് സൈറ്റ്. അതായത് റിയാക്റ്റീവ് സൈറ്റിലേക്ക്, ശ്രദ്ധിച്ച് കേൾക്കണം, റിയാക്റ്റീവ് സൈറ്റിലേക്ക് ഇലക്ട്രോൺ പെയർ കൊണ്ടുവരുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയോഫൈൽസിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെ ആവാം ന്യൂക്ലിയോഫൈൽസ്, ഏതൊക്കെ അല്ല ന്യൂക്ലിയോഫൈൽസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വിത്ത് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ന്യൂട്രൽ മോളിക്യൂൾസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ. ഇത് രണ്ടും നമുക്ക് എന്തിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റും? ന്യൂക്ലിയോഫൈൽസിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റും. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വിത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ OH മൈനസ് ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ NC- സയാനൈഡ്, അല്ലെങ്കിൽ കാർബോ ആനയോൺസ് R3C-. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എന്ന് പറയാം. അതേപോലെ തന്നെ ന്യൂട്രൽ മോളിക്യൂൾസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ. ഇപ്പൊ വാട്ടർ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. വാട്ടർ എന്താണ്? ഓക്സിജൻ ഈസ് കണക്റ്റഡ് ടു 2 ഓഫ് ദ ഹൈഡ്രജൻസ്. 2 ഹൈഡ്രജനുമായിട്ടാണ് ഓക്സിജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓക്സിജന് സത്യം പറഞ്ഞ ബാക്കി 4 ഇലക്ട്രോൺസ് കൂടി ബാക്കി ഉണ്ടാവും. ഇതെന്താണ്? ഇതിന്റെ ലോൺ പെയർസ് ആണ്. ഇപ്പൊ 2 ലോൺ പെയർ ആണ് ഹൈഡ്രജൻ ഉള്ളത്. വാട്ടറിനുള്ളത്. H2O എന്ന് പറയുന്നത് ന്യൂട്രൽ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ R3N R2NH ഇതിനൊക്കെ എന്തുണ്ട്? നൈട്രജനൊക്കെ എന്തുണ്ട്? ഈ ലോൺ പെയർ കാണാൻ കഴിയുന്നുണ്ട്. ലോൺ പെയർ ഉള്ള ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂക്ലിയോ ഫൈൽസ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇലക്ട്രോഫൈൽസ് എന്ന് നോക്കാം. A reagent that takes away an electron pair from reactive site is called an electrophile. അതായത് the reagent that takes away an electron pair from reactive site. ഇതിന്റെ കുറച്ച് മുമ്പ് പറഞ്ഞ ന്യൂക്ലിയോഫൈലിന്റെ ഓപ്പോസിറ്റ് സാധനം.
അതായത് ഇലക്ട്രോൺ സീക്കിംഗ്, ഇലക്ട്രോഫൈൽസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ സീക്കിംഗ്, അതായത് റിയാക്റ്റീവ് സൈറ്റിൽ നിന്നും ഇലക്ട്രോൺ പെയർ കൊണ്ടുപോകുന്ന റിയേജന്റിനെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കുന്നത്. മറ്റേതെന്തായിരുന്നു? റിയാജന്റ് ദാറ്റ് ബ്രിങ്സ് ഇലക്ട്രോൺ പെയർ ടു ദ റിയാക്റ്റീവ് സൈറ്റ് ആണ്. ഇതെന്താണ്? ടേക്സ് എവേ ഇലക്ട്രോൺ പെയർ ഫ്രം ദ റിയാക്റ്റീവ് സൈറ്റ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് കാർബോ കാറ്റയോൺസും അതേപോലെ തന്നെ ന്യൂട്രൽ മോളിക്യൂൾസ് ഹാവിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് സച്ച് എസ് കാർബോണിൽ ഗ്രൂപ്പ് ഓർ ആൽക്കൈൽ ഹാലൈഡ്സ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം R3CX, ഇത് രണ്ടും നമുക്ക് ഇലക്ട്രോഫൈൽസ് ആണെന്ന് പറയാം, കാർബോ കാറ്റയോൺസും ന്യൂട്രൽ മോളിക്യൂൾസ്. അപ്പൊ എന്താണ്, നിങ്ങൾ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ ഏതാണ് ന്യൂക്ലിയോഫൈൽ ഏതാണ് ഇലക്ട്രോഫൈൽ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയാൻ കഴിയണം. തീർച്ചയായിട്ടും തിരിച്ചറിയില്ലേ? യെസ് എന്ന പ്രതീക്ഷയിലാണ് ഞാനും. ക്വസ്റ്റ്യനും അത് തന്നെ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ന്യൂക്ലിയോഫൈൽ ഓർ ഇലക്ട്രോഫൈൽ. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. SH ദാ നെഗറ്റീവ്ലി ചാർജ് എങ്ങോട്ട് തട്ടണം? ന്യൂക്ലിയോഫൈലിനെ ഞാൻ എങ്ങനെ എഴുതാം? ഇലക്ട്രോഫൈലിനെ E എന്ന് എഴുതാം. പിന്നെന്താണ് ന്യൂക്ലിയോഫൈൽ? BF3 എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോഫൈൽ ആണോ ന്യൂക്ലിയോഫൈൽ ആണോ? എന്താണ് BF3 എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. ബി എന്ന് പറയുന്നത് 3 എണ്ണം മാത്രമേ ഇതിന് ഫോമോ, ഇതിന്റെ അകത്ത് ഇലക്ട്രോൺ കാര്യങ്ങളൊന്നും ബാക്കി ഇനി ഇല്ല, ഇനി ബാലൻസോ ഒന്നുമില്ല ഇതിന്. അപ്പൊ എന്താണിത്? ഇതിന് ലോൺ പെയർ ഒന്നുമില്ല. സോ ദിസ് ഇസ് എ ഇലക്ട്രോഫൈൽ. അതേപോലെ തന്നെ C2H5O- ഓക്കെ, കണ്ടപാട് നമുക്കറിയാം ദിസ് ഇസ് എ ന്യൂക്ലിയോഫൈൽ. അതേപോലെ തന്നെ CH3 ടൈംസ് N. Nന്റെ ഇവിടെ എന്താണുള്ളത്? ലോൺ പെയർ അദ്ദേഹം ഇരിക്കുന്നു. ലോൺ പെയർ അദ്ദേഹം ഇരിക്കുമ്പോ എന്താണ്? ആരാണ് ലോൺ പെയർ? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം അതെന്തായിരിക്കും? ന്യൂക്ലിയോഫൈൽസ് ആയിരിക്കും. Cl+, ഇവിടെ Cl+ ആണ്, Cl- അല്ല. പൊതുവെ Cl- ആണ് വരാറുള്ളത്, പക്ഷെ ഇവിടെ Cl+ ആണ്. അപ്പൊ എന്താണ്? ദിസ് ഇസ് എ ഇലക്ട്രോഫൈൽ. CH3C+, അതും എന്താണ്? തീർച്ചയായിട്ടും ഒരു ഇലക്ട്രോഫൈൽ ആണ്. H2N-, ഇവിടെ ലോൺ പെയറും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പം സുഖമായിട്ട് this is a nucleophile. and NO2+, yes, this is a electrophile. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. HS- ഉം C2H5O- ഉം CH3 ടൈംസ് N ഇതും അതേപോലെ തന്നെ H2N- ഉം ന്യൂക്ലിയോഫൈൽ ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ ഇലക്ട്രോഫൈൽ ആണ്. ഇനി എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. When a covalent bond is formed between atoms of different electronegativity, the electron density is more towards the more electronegative atom of the bond. Such a shift of electron density result in polar covalent bond. Bond polarity leads to various electronic effects in organic compounds. ഈ ബോണ്ട് പൊളാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിനെ പറ്റി പറയുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ശ്രദ്ധിച്ചോളൂ, മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ നെസസിറ്റി, ആ ബേസിക്സ് നിങ്ങളുടെ തലച്ചോറിലുണ്ടായാൽ മാത്രം മതി. സോ ഇൻഡക്റ്റീവ് എഫക്റ്റിലേക്ക് ഈ ഒരു പാർട്ടിൽ നിങ്ങൾ എന്താണ് കാണാൻ കഴിയുന്നത്? CH3 CH2 CH2 Cl. ഇതിവിടെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ഏതാണ്? ക്ലോറിൻ. ഡെഫിനറ്റ്ലി ക്ലോറിൻ. ഇതറിയാത്ത ആളുകൾ ഉണ്ടാവാൻ പാടില്ല. കാരണം കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലോറിൻ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ്, പിന്നെ ക്ലോറിനെ പറ്റി പറയുന്നുണ്ട്. സോ ക്ലോറിൻ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പം എങ്ങോട്ടാണ് ഇലക്ട്രോൺസ് പോവുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് പോകും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഇവിടെ ഒരു ചെറിയ പൊളാരിറ്റി പോലെ ഒരു സംഗതി, അതായത് ഒരു ചെറിയൊരു നെഗറ്റീവ് ചാർജ് ഇത് ഗെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്നാണല്ലോ നഷ്ടമായത്, അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ
ഇലക്ട്രോണിക് ചാർജസ്, ഈ ഫ്രാക്ഷണൽ ചെറിയ രീതിയിലുള്ള ഇലക്ട്രോണിക് ചാർജസ് ഒരു പോളാർ കോവാലന്റ് ബോണ്ടിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പൽ വെച്ചാണ്. അപ്പൊ ചെറുതായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കാർബൺ ഇൻ ദ സെൻസ് ക്ലോറിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ ഇങ്ങനെയാണല്ലോ വരിക. യെസ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഏതാണ് ഫസ്റ്റ്. അപ്പം ഈ കാർബൺ ഇത് ഫസ്റ്റ് ആവില്ല. നമ്മൾ ഇപ്പം UPSC നോമെൻക്ലാച്ചർ ഒക്കെ പഠിച്ച ആൾക്കാരാണ് നിങ്ങളതിപ്പോ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും പറയണത് ഫസ്റ്റ് കാർബൺ ആണ്. അപ്പൊ ഈ കാർബണിൽ നിന്നും ഈ ഫസ്റ്റ് ഈ കാർബണിൽ ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുത്തുന്നു. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി, കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ല. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ഭാഗത്തേക്ക്, അതായത് രണ്ടാമത്തെ കാർബണിൽ നിന്നും ഒന്നാമത്തെ കാർബണിലേക്ക്. അത് കാരണം ഇവിടെ മറ്റൊരു പാർഷ്യൽ പോളറൈസ്ഡ് ചെറുതായിട്ടൊരു ചാർജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും ഒരു ചാർജ്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ പോസിറ്റീവ് ചാർജിനെക്കാളും ചെറുതായിരിക്കും ഇത്, ഈ പോസിറ്റീവ് ചാർജിനെക്കാളും ചെറുതായിരിക്കും ഇത്. അതാണ് നമ്മളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ടാണ് അതിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സും മറ്റേത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സും. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ് ഈ NO2, CN, COH, COR ഒക്കെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. പക്ഷെ ഈ CH3യും CH3 CH2വും ഒക്കെ ഇതൊക്കെ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. സോ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസണൻസ് എഫക്റ്റിനെ പറ്റിയാണ്. എന്താണ് റെസണൻസ് എഫക്റ്റ് എന്ന് നോക്കാം. പലർക്കും കെമിസ്ട്രിയിൽ ഒരുപാട് കൺസെപ്റ്റ്സ് മുൻവിധിയോടെയാണ് കാണുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ടഫായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ എല്ലാം എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. റെസണൻസും ഹൈപ്പർ കോൺജുഗേഷനും ഒക്കെ പലരും ടഫാണെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കൂ. റെസണൻസ് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് ടാക്കിൾ ചെയ്യാം. അതിനെ നമുക്ക് മലർത്തിയായിരിക്കും. Resonance effect is defined by the polarity produced in the molecule by interaction of two pi bonds or between a pi bond and a lone pair of electrons present in an adjacent atom. ഇവിടെ adjacent atom എന്ന് പറയുന്നത് ഇവിടെ adjacent atom എന്ന് പറയുന്നത് എന്ത് തമ്മിലാണ്? ഒരു ലോൺ പെയറും ഒരു പൈ ബോണ്ടും ആവാം, അല്ലെങ്കിൽ രണ്ട് പൈ ബോണ്ട്സ് തമ്മിൽ. ഇങ്ങനെയാണ് നമുക്ക് റെസണൻസ് ഇതിന്റെ എഫക്റ്റിൽ വരുന്നത്. ഇതിനെ പറ്റി നമുക്ക് കൂടുതൽ വിശകലനം ചെയ്ത് പഠിക്കാൻ രണ്ട് ടൈപ്പ് ഓഫ് റെസണൻസ് എഫക്റ്റ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ആർ എഫക്റ്റ് ആൻഡ് നെഗറ്റീവ് ആർ എഫക്റ്റ്. നൗ പോസിറ്റീവ് റെസണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ പ്ലസ് ആർ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോൺ ഇൻ ദിസ് കേസ് മൂവ്സ് away from the atom or group attached to the conjugated system. അതായത് ഈ കോൺജുഗേറ്റഡ് സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പിൽ നിന്നും ഇലക്ട്രോണ് സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പൊ ഞാനിവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ബെൻസീൻ ആണെന്ന് കരുതുക. ഇതാണ് നമ്മളുടെ ബെൻസീൻ. ഇവിടെ ഞാൻ ഒരു NH2 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? അനിലിൻ. ഡെഫിനറ്റ്ലി. അപ്പം ഈ അനിലിൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഗ്രൂപ്പിൽ നിന്നും ഇലക്ട്രോൺ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുമ്പം
moves towards the atom or group attached to the conjugated system. അവിടെ നടക്കുന്നത് എന്താണ്? ഒന്ന് ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ഏതാണ്? നെഗറ്റീവ് റെസൊണൻസ്. മറ്റൊന്ന് ഗ്രൂപ്പിൽ നിന്നും സിസ്റ്റത്തിലേക്ക്, ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഇതിനാണ് നമ്മൾ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ, നൈട്രജന് വാലൻസി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് കാർബണോടും മറ്റു രണ്ടെണ്ണം, ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് വരയ്ക്കാം, മറ്റൊന്ന് കാർബണുമായിട്ട് ബോണ്ടഡ് ആണ്, റൈറ്റ്? ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ, അതവിടെ പോയി. ഡെഫിനറ്റ്ലി അത് ലോൺ പെയർ ആയി പോയിട്ടുണ്ടാവണം, കാരണം 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിരിക്കും. സോ നൗ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്ന മാജിക്. ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ലോൺ പെയർ ആയിട്ടുള്ള ഈ 2 ഇലക്ട്രോൺസ് അത് ബോണ്ട് ആകുന്നു, എന്നിട്ട് ബോണ്ട് ഇലക്ട്രോൺ ആവും. ഈ ഒരു കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ NH2 ഉണ്ട്. ഇതിൽ നിന്നും ഈ ഇലക്ട്രോൺ ഈ ബോണ്ടിലേക്ക് വരുന്നു. സോ എന്ത് സംഭവിക്കുന്നു? ഞാൻ മറ്റൊരു സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാം. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോയപ്പം ഈ Nല് ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്ഡ് ആവുന്നു. അപ്പം തന്നെ ഈ ബോണ്ട് ഇവിടെ ഉള്ളത് കാരണം, ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ബോണ്ട് അതവിടെ നിലനിൽക്കുവോ? ഇല്ല. അത് കാരണം ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെയുള്ള ബോണ്ട്, ഇവിടെയുള്ള ഈ ബോണ്ട് ഇവിടേക്ക് വന്ന് ഇലക്ട്രോൺ ആയി മാറും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇവിടെ നെഗറ്റീവ് വരും, മറ്റുള്ള ബോണ്ടിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു റെസൊണൻസ് സ്ട്രക്ചർ. അതേപോലെ തന്നെ മറ്റൊരു റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ തന്നെ ഇനി ഇവിടെയുള്ള ഈ ബോണ്ട്, ഇവിടെയുള്ള ഈ ബോണ്ടിനെ പറ്റി പറയുന്നില്ല, വിടും. ആ ബോണ്ട് അങ്ങനെ തന്നെ നിർത്താം, നമുക്ക് അവനെ ഇങ്ങനെ തന്നെ നിർത്താം. ഇവിടെ ഇലക്ട്രോൺ പോയി, ഇവിടെ ബോണ്ട് വന്നു. ഇവിടെ എന്താണുള്ളത്? ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ്, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്നും ഈ ഇലക്ട്രോൺ പോയി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ബോണ്ട് വരുന്നു. ബോണ്ട് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഈ ബോണ്ട് പോയി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നു, ഇല്ലേ? കാരണം ഈ നെഗറ്റീവ് ചാർജ് ബോണ്ട് ആകുമ്പോൾ ഈ ബോണ്ട് നെഗറ്റീവ് ചാർജ് ആകുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നെഗറ്റീവ് ചാർജ് ഇൻ ദ സെൻസ് ഇലക്ട്രോൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബോണ്ട് ആകുമ്പോൾ ഈ ബോണ്ട് ഇലക്ട്രോൺ ആകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് അതിന്റെ അനദർ സ്ട്രക്ചർ ആണ്. വേറെ ഏത് സ്ട്രക്ചർ ആണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു സ്ട്രക്ചറും കൂടി പോസിബിൾ ആണ്. യെസ്, വേറെ ഏതാണ് പോസിബിൾ ആവുന്നത്? ഇനി ഇവിടെയുള്ള ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് വരുന്നു. അങ്ങനെ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെയുള്ള ഈ ഇലക്ട്രോണ് ബോണ്ട് ഫോം ചെയ്യുന്നു. യെസ്, അപ്പൊ ആ ഇലക്ട്രോൺ പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബോണ്ടോ? ഇവിടെയുള്ള ബോണ്ട് എവിടെ പോയി? അത് ഇലക്ട്രോൺ ആയി മാറും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഈ NH2 നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഈ NH2ന്റെ എന്നിലുള്ള ഈ ലോൺ പെയർ ആദ്യം ഇങ്ങോട്ട് പോയി ബോണ്ട് ആകുന്നു. അപ്പം ഇവിടെയുള്ള ബോണ്ട് ഇവിടേക്ക് വന്ന് ഇലക്ട്രോൺ ആകുന്നു, ഫസ്റ്റ് കേസ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്ന് ബോണ്ട് ആകുമ്പോൾ ഇവിടെയുള്ള ബോണ്ട് ഇങ്ങോട്ട് വന്ന് ഇലക്ട്രോൺ ആകുന്നു. അതാണ് ഇവിടെ കാണിച്ചത്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്ന് ബോണ്ട് ആകുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് പോലെ ഇവിടെയുള്ള ഈ ബോണ്ട് ഇവിടെ ഇലക്ട്രോൺ ആയി മാറുന്നു. ഇതാണ് നമ്മളുടെ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഹാലജൻ, OH, OR,
COR, NH2, NHR, NR, NHCOR ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? പോസിറ്റീവ് R എഫക്റ്റ് ആണ് കാണിക്കുന്നത്. പോസിറ്റീവ് R എഫക്റ്റ് ആണ് ഇതൊക്കെ കാണിക്കുന്നത്. NH2, NHR